ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സഞ്ചാരത്തെ എന്ത് വിളിക്കുന്നു? എടാ, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കല്ലേ, എങ്ങോട്ടാണെന്ന് നോക്കണം. ദക്ഷിണായന രേഖയിലേക്ക്, അപ്പോൾ അതിനെ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. ഇനി നേരെ തിരിച്ചാണ്, ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ഉത്തരായനം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖയിലേക്കാണെങ്കിൽ അത് ഉത്തരായനം, ദക്ഷിണായന രേഖയിലേക്കാണെങ്കിൽ അത് ദക്ഷിണായനം. ഇനി ഏതൊക്കെ ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നത്? എടാ, വിഷുവങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മാർച്ച് 21 സെപ്റ്റംബർ 23 എന്തെന്നറിയപ്പെടുന്നു? വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നു. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം? എടാ, ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം അത് 2009. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം 2009. ഇനി എല്ലാ എക്സാമിനും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്, ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനം ഏത്? ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനമാണ് SOA, അതായത് സർവേ ഓഫ് ഇന്ത്യ. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? സതി എന്ന ചിത്രം വരച്ചതാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ്. ഓക്കെ, സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. നെക്സ്റ്റ്, നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ആര്? ഓക്കെ, നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ആരാണ്? അത് ദിനബന്ധു മിത്ര. ആരടാ? ദിനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത്. ഓക്കെ മക്കളെ, ഏത് INC സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്? പൂർണ്ണ സ്വരാജ് ലാഹോർ 1929 ലാഹോർ INC സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. ഓക്കെ, കർണാടകയിലെ ഭദ്രാവതി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതാര്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ JP ആണ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം 1924. വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം 2005. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്ന് അത് 2005. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് അഗസ്ത്യ കോംതെയാണ്. അഗസ്ത്യ കോംതെ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ ചരിവുകളിലേക്ക് വീശുന്ന കാറ്റേത്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ ചരിവുകളിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഏതടാ? ആൽപ്സ് പർവ്വതം കടന്ന് വടക്കൻ ചരിവിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്നറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇരുമ്പുരുക്കുശാലയുടെ പേരെന്ത്? അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കർണാടകയിലെ ഭദ്രാവതിയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ദക്ഷിണേന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയും വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ്. ഏത് ബാങ്കാണ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത്? RBI, ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കുവാൻ ഗാന്ധിജി പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് JP, അതായത് ജയപ്രകാശ് നാരായണൻ. കാവേരി നദിയുടെ പോഷക നദി ഏത്? മക്കളെ, കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, അമരാവതി എന്നിവ. ഓക്കെ, കബനി, അമരാവതി എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ, കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള നികുതി വ്യവസ്ഥകൾ പഠിക്കാനുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. അത് നടപ്പിലാക്കിയ പ്രദേശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എടാ നോക്കിയടാ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. എവിടെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി റേറ്റ് വാരി വ്യവസ്ഥയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. ഓക്കെ, റേറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. ഇനി മഹൽവാരി വ്യവസ്ഥ, അത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ.
റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ, മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ പഠിച്ചു വയ്ക്കണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുത്തിരുന്നവർ സമീന്ദാർമാരായിരുന്നു. ഓക്കെ, സെമീന്ദാരി വ്യവസ്ഥ എന്നും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് സെമീന്ദാർമാരായിരുന്നു. അപ്പോൾ ഈ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർമാരായിരുന്നു. അതായത് ഈ സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. ഈ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. കൂടാതെ ഈ വിളവിൻ്റെ 60% കർഷകർ നികുതിയായിട്ട് നൽകണമായിരുന്നു. ഇത് പഠിക്കാനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ 2 പോയിന്റ് ആദ്യം പഠിക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിടിച്ചെടുത്തിരുന്ന ആരായിരുന്നടാ? അത് സെമീന്ദാർമാരായിരുന്നു. നെക്സ്റ്റ്, ഈ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥൻ സെമീന്ദാർമാരായിരുന്നു. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 2 പോയിന്റ്. സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകർ എന്തായിട്ട് മാറി? കുടിയാന്മാരായിട്ട് മാറി. കൂടാതെ ഈ വിളവിൻ്റെ 60% കർഷകർ എന്തായിട്ട് നൽകണമായിരുന്നു? നികുതിയായിട്ട് നൽകണമായിരുന്നു. ഇനി ഇത് കൂടാതെ വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. പിന്നെ നിശ്ചിത തീയതിക്കുള്ളിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ഉൽപ്പന്നങ്ങളായിട്ടാണ് കർഷകർ നികുതി നൽകിയിരുന്നത്. ഓക്കെ, പണത്തിന് പകരം മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളായിട്ടും നികുതി നൽകിയിരുന്നു. അടുത്തതായി റൈറ്റ് വാരി വ്യവസ്ഥയിലേക്ക് പോകാം. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കർഷകരെയാണ് റയട്ട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കർഷകർ അറിയപ്പെടുന്ന പേരാണ് റയട്ട്. അപ്പോൾ അവിടെ നിന്ന് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് വാരി വ്യവസ്ഥയിൽ റയട്ട് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? കർഷകരെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. നമ്മൾ കുറച്ച് നേരത്തെ പറയും. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന്, അതായത് റേറ്റിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശന്മാർക്കായിരുന്നു? കർഷകനായിരുന്നു. നേരത്തെ നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സെമീന്ദാർമാർക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞു. പക്ഷേ റൈറ്റ് വാരികയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമാർക്കായിരുന്നത് അത് കർഷകനായിരുന്നു. പക്ഷേ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ എന്ത് ചെയ്തിരുന്നു? അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് റൈറ്റ് വാരിയുടെ പ്രത്യേകത. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മുഴുവനും കർഷകർക്കായിരുന്നു. പക്ഷേ അമിതമായ നികുതി കർഷകരെ ദരിദ്രരാക്കി മാറ്റി. മാത്രമല്ല നികുതി നിരക്ക് എന്ത് ചെയ്തടാ? ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി മഹൽവാരി വ്യവസ്ഥയിലേട്ടാണ് പോവാം. ഓക്കെ, മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്രാമത്തലവന്മാർ. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് നോക്ക്, സെമീന്ദാരി വ്യവസ്ഥയിൽ ആരായിരുന്നു? ഓക്കെ, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സെമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഉടമസ്ഥാവകാശം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാർമാർക്കായിരുന്നു. റൈറ്റ് വാരിയിലോട്ട് വന്നപ്പോൾ റൈറ്റ്, അതായത് കർഷകരായിരുന്നു ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്നത്. പക്ഷേ കർഷകർ അമിതമായ നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. ഓക്കെ, അതുപോലെ മഹൽവാരി വ്യവസ്ഥയിലും എങ്ങനെയായിരുന്നടാ? നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിടിച്ചെടുത്തിരുന്നത്. ഓക്കെ, അപ്പം മഹൽവാരി വ്യവസ്ഥയിലാണെങ്കിൽ ആകെ 2 പോയിന്റേ ഉള്ളൂ. ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മഹൽ. കേട്ടോ, അപ്പോൾ ഗ്രാമത്തെ, അതായത് മഹലിനെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്. അടുത്തത്, തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏത്? ക്വസ്റ്റ്യനിൽ ഉഷ് സത്യാഗ്രഹം എന്നാണ് കിടക്കുന്നത്. അത് അക്ഷരത്തെറ്റായിട്ട് വന്നതാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ, ഓക്കെ, തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം അത് വേദാരണ്യമാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും ഒക്കെ മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്.